ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ചന്ദ്രനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ചൂണ്ടിയ വിരലിനെ കുറിച്ച് തർക്കണ പോലെ ഞാൻ പറഞ്ഞൊരു മാറ്റർ വേറെ സ്ഥലത്ത് കിടക്കുക, നിങ്ങളെല്ലാം കൂടി കൊണ്ടുപോയിട്ട് ആ സാധനത്തിനെ വേറെ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക എന്ന് പറഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനുള്ള വലിയ ബാധ്യത എനിക്കുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം, ഇന്നത്തെ കാലമാണ്. ഈ കാലത്ത് ഒട്ടും വിശ്വാസം ആരില്ലാത്ത കാലമാണ്. ഈ അബ്ബാസ് അർഗാച്ചി ഇറാൻ്റെ, ഞാൻ പലയിടത്തും പറഞ്ഞതാണ്, ഇറാൻ്റെ വിദേശകാര്യമന്ത്രി UN മീറ്റിംഗ് നടക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, എൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം എവിടെയാണ്? മറ്റൊറ്റൊന്നിനെയും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഇന്നത്തെ പുതിയ കാലമാണ്. ഞാനും ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നിങ്ങളൊന്നും വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്, നിങ്ങളിതിനെ കീറി മുറിച്ച് കൊണ്ടുപോകുമെന്ന് അറിയുന്നതുകൊണ്ടാണ്. അതിൽ ഒരു പൊതുസമൂഹത്തിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലക്കുള്ള എൻ്റെ വേദന കൂടെ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. നിങ്ങൾക്ക് ഇനി ചോദിക്കാനുള്ളത് ചോദിക്കാം. ഏത് സഖാവ്? അതന്നെ ചോദിച്ചോ, ഏത് സഖാവ്? ഏത് സഖാവ് എന്താ പറഞ്ഞത്? അത് അത് ഞങ്ങളെ ഈ മുസ്ലിം സമുദായത്തിനകത്തുള്ള ചെറിയ പ്രശ്നങ്ങളാണ്. സുന്നി, വഹാബി, മുജാഹിദ്, ജമാഅത്ത്, അത് ഞാൻ വേറെ ഇത്ര പ്രധാനപ്പെട്ട ഒരു സാധനത്തിനകത്ത് പറയേണ്ട സഖാവും അല്ല, അദ്ദേഹം മറുപടി പറയേണ്ട ആളുമല്ല. ഞാൻ വലിയ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് അതിന് മറുപടി ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ അവിടുന്ന് അങ്ങോട്ടല്ല, വർഗീയതയാണ് ഇതിലെ പ്രധാനം. ഇതൊരു ചെറിയ ഇഷ്യൂ ആണ്. ഞാൻ സുന്നിയാണോ, ഞാൻ മുജാഹിദാണോ, ഞാൻ ജമാഅത്താണോ എന്നുള്ളത് ഞാനും പഠിത്തവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. പിന്നെ സുന്നി എന്ന പ്രസ്ഥാനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഒരുത്തൻ്റെ കയ്യിൽ നിന്നും വാങ്ങേണ്ട ഗതികേട് KM ഷാജിക്കില്ല. ഇവിടെ പലതരം സമൂഹം ഉണ്ട്, പലതരം വിശ്വാസികളുണ്ട്. അവരൊക്കെ ജീവിക്കുന്നതിനിടയിൽ ഞാൻ മുസ്ലിമാണോ എന്നുള്ള ആയതിൻ്റെ പേരിലുള്ള കുഴപ്പമുണ്ടാക്കുക അവിടെ വർഗീയവാദി എന്ന് പറഞ്ഞിട്ട്, അതിൻ്റെ ഇടയ്ക്ക് സുന്നി മുജാഹിദ് പറഞ്ഞിട്ട്. ഇത്തരം വിഷയത്തിൽ ഒരു സംഘടനാ സമുദായത്തിനകത്തും സംഘടനക്കകത്തും മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ ഐഡൻറ്റിറ്റി ഈ വിഷയത്തിൽ തെളിയിക്കേണ്ടത് അള്ളാഹുവിൻ്റെ മുമ്പിലാണ്. അതിലെനിക്ക് യാതൊരു ഭയമില്ല, ഞാൻ തെളിയിച്ചോളൂ. തൽക്കാലം പത്രക്കാരോട് ഈ വിഷയത്തിൽ മറുപടി പറയാൻ എനിക്ക് താല്പര്യമില്ല. സഖാക്കൾ അങ്ങനെ പലതരത്തും ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതൊക്കെ ഗൗരവത്തിൽ എടുക്കേണ്ടതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു. ആണല്ലോ, ആണോ? നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇതുമായിട്ട് ഈ സാധനം അല്ലാത്ത വേറെ എന്തെങ്കിലും ചോദിക്കാം? സമുദായത്തിന് വേണ്ടി വാദിക്കുന്നത് വർഗീയതയാണെങ്കിൽ ഞാൻ വർഗീയവാദിയാണ്, നോ ഡൗട്ട്. ഗുരു വർഗീയവാദിയാണ്, അയ്യങ്കാളി വർഗീയവാദിയാണ്, പാർലമെന്റിൽ പ്രസംഗിച്ച രാഹുൽ ഗാന്ധി വർഗീയവാദിയാണ്, ആ കൂട്ടത്തിൽ ഞാൻ വർഗീയവാദിയാണ്. അല്ലല്ല, അതിൻ്റെ മറുപടി നിങ്ങൾ തന്നെ പറയണം. കാരണം നിങ്ങളുടെ സ്റ്റേറ്റ്മെൻ്റ് ആണത്, എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അതല്ല. അതിൻ്റെ മറുപടി നിങ്ങളെ പറയേണ്ടത്. അല്ല, അങ്ങനെ അർത്ഥം ആർക്കൊക്കെ വെക്കാന്ന് അർത്ഥം വെച്ചിട്ട് കുഴപ്പമാക്കലാണല്ലോ ഇവിടുത്തെ കാര്യപ്പെട്ട പണി. ഞാൻ പറഞ്ഞത് എന്താണ് എന്നത് വിശദീകരിക്കേണ്ട റെസ്പോൺസിബിലിറ്റി മാത്രമേ എനിക്കുള്ളൂ. ഞാൻ പറഞ്ഞത് റെക്കോർഡഡ് ആണ്, അത് വളരെ ക്ലാരിറ്റി ഉള്ളതാണ്. കഴിഞ്ഞ 5 വർഷം എന്നല്ല 9 വർഷം കേരളത്തിൽ നഷ്ടപ്പെട്ട ഞാൻ നിങ്ങളോട് പത്രക്കാരോട് ഞാൻ പറയാം, ഞാനൊരു ഡിബേറ്റ് നടത്താം, നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ. ഞാനല്ല, ഞാൻ നേതൃത്വം കൊടുത്ത് ഞാൻ കേരളത്തിലെ എക്സ്പേർട്ടുകളെ ഇരുത്തിയിട്ട് നഷ്ടപ്പെട്ടു പോയ സംവരണത്തിലെ തിരികെ കയറ്റലുകൾ വഴി നഷ്ടപ്പെട്ടു പോയ സംവരണത്തിൻ്റെ കണക്ക് ഞാൻ പറയാം. നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ റെഡിയാണോ? സത്യസന്ധമായ കാര്യം കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഡോക്യുമെൻ്റലായിട്ട് ഞാൻ പറയാം. 1 അല്ല 10 അല്ല 100 അല്ല 1000 കണക്കിന് എത്രയോ വർഷമായിട്ട് കേരളത്തിലെ പൊതുരാഷ്ട്രീയ മണ്ഡലം സമരം ചെയ്ത് നേടിയെടുത്ത ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന് നിങ്ങൾ തെളിയിച്ചാൽ ഞാൻ നിങ്ങളോട് മാപ്പും പറയാൻ ഞാൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം. നഷ്ടപ്പെട്ടു പോയി എന്ന് എനിക്ക് ബോധ്യമുള്ളൊരു കാര്യത്തെ ഞാൻ ഡിപ്ലോമസിക്ക് വേണ്ടിയിട്ടില്ല എന്നും പറയില്ല. പോയിട്ടുണ്ട്, അത് തിരിച്ചു പിടിക്കാൻ ഞങ്ങൾ ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ എന്തിനാ കേരളത്തിൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി, ഞങ്ങളുടെ സമുദായം, ആ സമുദായത്തെ പൂർണ്ണമായിട്ട് അജണ്ട ഉണ്ടാക്കിയിട്ട് അവർക്ക് ലഭിക്കേണ്ട കാര്യങ്ങളെ കൃത്യമായി നഷ്ടപ്പെടുത്തുമ്പോൾ നോക്കിയിരിക്കാൻ എന്തിനാ മുസ്ലിങ്ങൾ യാതൊരു മടിയില്ലാതെ എന്നെ പറയണത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്നാണല്ലോ. പിന്നെ എന്തിനാ അത്? ഭരണഘടനാപരമായ അവകാശം ഞാൻ ചോദിക്കണത്. ഭരണഘടനാപരമായ അവകാശം, ജനസംഖ്യാനുപാതികമായ പരിഗണന. ആ പരിഗണനയ്ക്ക് വേണ്ടി വാദിക്കുന്നത് വർഗീയതയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഗുരു വർഗീയവാദിയാണ്, അതെ, പിന്നെ മന്നത്ത് പത്മനാഭൻ വർഗീയവാദിയാണ്, അയ്യങ്കാളി വർഗീയവാദിയാണ്, എല്ലാവരും.
അതുകൊണ്ട് 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 ഐഡിയോളജിയിൽ മാറ്റം വരുമോ? ഞാൻ MLA ആയാൽ, ഞാൻ മന്ത്രിയായാൽ ഐഡിയോളജിയിൽ മാറ്റം വരുമോ? ഞാൻ സമുദായ സംഘടന നേതാവാണ്. അല്ലല്ല, മാത്രമല്ല അവർക്ക് വേണ്ടി വേണം. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്, ന്യൂനപക്ഷ സംഘാടനത്തിൻ്റെ എന്താണോ നിങ്ങൾ ഇന്ത്യയിൽ മാത്രമല്ല UN ഒരു ചാർട്ടർ ഉണ്ട്, പരിശോധിക്കുക നിങ്ങൾ. ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന ഒരു കാര്യമുണ്ട്, നെഹ്റു അനുവദിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. ബി പോക്കർ സാഹിബ് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ എഴുന്നേറ്റിട്ട് നെഹ്റുവിൻ്റെ മുമ്പ് എന്ന് പറയുന്നത് എൻ്റെ സമുദായം എന്നാണ്. നെഹ്റു പറഞ്ഞത് അറിയാം, നിങ്ങളുടെ നിങ്ങളെ ഞാൻ പരിഗണിക്കുന്നു, ഈ ബില്ല് പാർലമെൻറ്റ് മുഴുവൻ അംഗീകരിച്ച ബില്ല് നിങ്ങളുടെ സമുദായത്തിൻ്റെ വിഷയത്തിൽ ഞാൻ മാറ്റുന്നു എന്നാണ് പാർലമെൻറ്റിൽ നിന്ന് ബി പോക്കർ സാഹിബ് പറഞ്ഞത്. എൻ്റെ സമുദായം എന്നാണ്. എന്താ കുഴപ്പം? വെള്ളാപ്പള്ളി പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഞാൻ പറയില്ല കേട്ടോ, നിങ്ങളെന്നല്ല ഉദ്ദേശിക്കുന്ന മീഡിയ മുമ്പിൽ ഉണ്ടാകുമ്പോൾ തിളക്കണില്ലല്ലോ. അയാൾ പിന്നെ ഈഴവ സമുദായത്തിന് വേണ്ടി വാദിക്കെങ്കിൽ സന്തോഷം. എന്തിനാ മറ്റുള്ളവരെ ചീത്ത വിളിക്കണത്? നിങ്ങൾ എൻ്റെ ഒരു വാക്ക് പറ, ഞാൻ ആരെയാണ് ആക്ഷേപിച്ചത്? അതല്ലേ വർഗീയത? നിങ്ങൾ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നഷ്ടപ്പെട്ടു പോയത് മുസ്ലിം സമുദായം തിരിച്ചു, അതാണോ വർഗീയത? ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞു നടക്കണത് ഞാൻ മുസ്ലിം പോരാത്തതിന് മുസ്ലിം ലീഗ് എന്ന് സംഘടനയുടെ മുകളിൽ പേര് ഒട്ടിച്ച് വെച്ചിരിക്കുക. അങ്ങനത്തെ ഒരാൾ ഇത് പറയണതിൽ എന്താ അതിശയങ്ങൾ? ആദ്യം നിങ്ങളൊന്ന് രാജിവെക്കൂ എന്ന് എന്നോട് പറയും.